നമസ്കാരം. പാശ്ചാത്യ മേഖലയിൽ റഷ്യ യുക്രൈൻ സംഘർഷം തീവ്രമാകുന്നതിനിടെ പുതിയ ഹൈപ്പർസോണിക് മിസൈൽ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് റഷ്യ. നിലവിലെ യുദ്ധരീതിയെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒറഷ്നിക് എന്ന ഹൈപ്പർസോണിക് മിസൈൽ കണ്ടുപിടുത്തം ആഗോള ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ഈ മിസൈലിന്റെ വേഗതയും കൃത്യതയും ആണവായുധങ്ങളിലുള്ള ആശ്രയം കുറയ്ക്കുന്നതിന് വഴിയൊരുക്കുമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അവകാശപ്പെടുന്നത്. റഷ്യ പുനർനിർണയിച്ച ആണവ സിദ്ധാന്തങ്ങൾക്കൊപ്പം യുക്രൈനിൽ ഒറഷ്നിക് മിസൈൽ ഉപയോഗിച്ചതും യുദ്ധതന്ത്രങ്ങളിലെ മാറ്റങ്ങളെ സൂചിപ്പിക്കുകയും റഷ്യയും നാറ്റോ സഖ്യങ്ങളും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന പിരിമുറുക്കത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ പാശ്ചാത്യ പ്രതിരോധ വിശകലന വിദഗ്ധർ യുദ്ധക്കളത്തിലെ ഈ പരിവർത്തനത്തെ നിരീക്ഷിച്ചു വരികയാണ്. ഒറേഷനിക് ഹൈപ്പർസോണിക് മിസൈൽ ആഗോള പ്രതിരോധ തന്ത്രങ്ങളിൽ കാര്യമായ മാറ്റം വരുത്താൻ കഴിയുന്ന മുന്നേറ്റമാണെന്നാണ് വ്ളാഡിമിർ പുടിൻ ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം പുറത്തിറക്കിയ ഔദ്യോഗിക റിപ്പോർട്ടിൽ റഷ്യക്ക് ഇപ്പോൾ വേണ്ടത് ആണവ സിദ്ധാന്തം മെച്ചപ്പെടുത്തലല്ല, ഒർഷനിക് മിസൈലുകളാണെന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. കാരണം ഈ ആധുനിക ആയുധ സംവിധാനങ്ങൾ വേണ്ടത്ര ആണവായുധങ്ങൾ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയെ ഫലത്തിൽ ഇല്ലാതാക്കുന്നുവെന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. പരമ്പരാഗത സംവിധാനങ്ങൾക്കൊപ്പം ആണവായുധങ്ങളും വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ ഇക്കഴിഞ്ഞ നവംബർ 21 യുക്രൈനിലെ ഡിനിപ്രോയിൽ നടന്ന ആക്രമണത്തിൽ ആദ്യമായി വിന്യസിക്കുകയും ചെയ്തു. ഒറഷ്നിക് മിസൈലിനെ അത്യാധുനിക ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ അഥവാ IRBM എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിന് മാക്സ് സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്, അതായത് ശബ്ദത്തിന്റെ 10 ഇരട്ടി വേഗതയിൽ. റഷ്യയുടെ സ്ട്രാറ്റജിക് മിസൈൽ ഫോഴ്സിന്റെ തലവൻ ജനറൽ സെർജി കാരഗിയേവ് പറയുന്നതനുസരിച്ച് യൂറോപ്പിലെ ഏത് ലക്ഷ്യവും തകർക്കാൻ പര്യാപ്തമായ റേഞ്ചാണ് ഈ മിസൈലിന്റെ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ അഥവാ MIRV-യിലെ കോൺഫിഗറേഷൻ 6 പോർമുനകൾ വഹിക്കാൻ ഈ മിസൈലിനെ അനുവദിക്കുന്നു. ഓരോന്നിനും 6 സബ് യൂണേഷനുകൾ പുറപ്പെടുവിക്കാനും കഴിയും. ഈ സജ്ജീകരണം വിനാശകരമായ കൃത്യതയോടെ ഒന്നിലധികം ലക്ഷ്യകേന്ദ്രങ്ങൾ ഒരേ സമയം ഉന്നം വെക്കാനുള്ള ശേഷി ഇതിന് നൽകുന്നു. ഒറേഷനിക് മിസൈലിന്റെ വിനാശകരമായ ശേഷി അതിന്റെ സ്ഫോടനാത്മക പെലോഡുകളിൽ മാത്രമല്ല, ഗതികോർജത്തിലും അത് പ്രകടമാണ്. ഡിനിപ്രോ ആക്രമണത്തിന്റെ വീഡിയോ ഫൂട്ടേജുകളിൽ സ്ഫോടക വസ്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് റഷ്യ വ്യക്തമാക്കിയിരുന്നതെങ്കിലും കാര്യമായ ആഘാതം സൃഷ്ടിക്കുന്ന വാർഹെഡുകളുടെ ഉജ്ജ്വലമായ ഇറക്കങ്ങൾ അന്നത്തെ ദൃശ്യങ്ങളിൽ കാണാനാകും. കാസ്പിയൻ കടലിന് സമീപമുള്ള റഷ്യയുടെ കബുസ്റ്റിനിയാർ പരീക്ഷണ ശ്രേണിയിൽ നിന്നാണ് ഈ മിസൈൽ നവംബർ 21 വിക്ഷേപിച്ചതെന്ന് യുക്രൈനിയൻ അധികൃതർ പറയുന്നു. റഷ്യയിലേക്ക് മിസൈലുകൾ തൊടുക്കാൻ യുക്രൈന് അമേരിക്കയും UK-യും അനുമതി നൽകിയതിനു ശേഷം പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പ് എന്ന നിലയിലാണ് ഡിനിപ്രോ ആക്രമണത്തെ റഷ്യ വിശേഷിപ്പിച്ചത്. ഡിനിപ്രോയിലെ യുക്രൈൻ പ്രതിരോധ ഫാക്ടറിയിൽ ഈ മിസൈൽ പതിച്ചപ്പോൾ പരിമിതമായ നാശനഷ്ടങ്ങളും ആളപായവും യുക്രൈനിയൻ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തുകയുണ്ടായി. ഈ മിസൈൽ അതിന്റെ ശേഷിയെ അപേക്ഷിച്ച് പരിമിതമായ നാശനഷ്ടങ്ങളെ ഉണ്ടാക്കിയുള്ളൂ എന്നത് വിരൽ ചൂണ്ടുന്നത് റഷ്യ ഈ മിസൈൽ വെറും ഒരു ശക്തി പ്രകടനമായി മാത്രമായിരിക്കാം അന്ന് വിക്ഷേപിച്ചത് എന്നാണ് യുക്രൈനിയൻ പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ പറയുന്നത്. വ്ളാഡിമിർ പുടിന്റെ ഇത്തരം പുതുനീക്കങ്ങൾ വിശാലമായ ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളുമായി ബന്ധപ്പെടുത്താനാകും. ഞങ്ങൾ എല്ലാ ദിശകളിലും വളരെ ശ്രദ്ധയോടെയും സംയമനത്തോടെയുമാണ് പെരുമാറുന്നത്. എന്നാൽ നാറ്റോ ബാലിസ്റ്റിക് മിസൈലുകൾ യുക്രൈനിൽ നിന്ന് റഷ്യയിലേക്ക് തൊടുത്തുവിട്ടാൽ ആദ്യം തുടച്ചു നീക്കപ്പെടുന്നത് യുക്രൈൻ ആയിരിക്കുമെന്ന് അടുത്തിടെ ഒരു പത്രസമ്മേളനത്തിൽ പുടിൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഒറഷ്നിക് ഹൈപ്പർസോണിക് മിസൈലുകളെ കൂടാതെ മറ്റനേകം ഹൈപ്പർസോണിക് മിസൈലുകളും റഷ്യയുടെ ശേഖരത്തിലുണ്ട്. 1990-കളിൽ വികസിപ്പിച്ച ബുലാവ മിസൈലിന്റെ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന RS-26 റുബേഴ്സിന്റെ ഒരു ഡെറിറ്റേവാണ് ഒറഷ്നിക്. ഈ മിസൈലിന്റെ ഹൈപ്പർസോണിക് വേഗത, ഒപ്പം അതിന്റെ കൃത്യത, ഒന്നിലധികം വാർഹെഡുകൾ വഹിക്കാനുള്ള ശേഷി എന്നിവ നൂതന മിസൈൽ സംവിധാനങ്ങളോട് പൊരുതുന്നതിന് ഇതിനെ ശക്തമാക്കുന്നു. ഹൈപ്പർസോണിക് മിസൈലുകൾ അവയുടെ കൃത്യതയും പരമ്പരാഗത മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കഴിവും കാരണം ആഗോളതലത്തിൽ ഒട്ടനേകം ആശങ്കകൾ ഉയരുന്നുണ്ട്. അതിനിടെയാണ് റഷ്യയുടെ ഒറഷ്നിക് ഹൈപ്പർസോണിക് മിസൈൽ വിന്യാസം. വാർത്തയുടെ നിറം തേടി തനിനിറം.